സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി നമ്മിൽ തെളിദീപമായിതാ സത്യവചനം വിടുതലായി രക്ഷയായി നമ്മിൽ നവജീവനായിതാ സത്യവചനം സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാൽ യേശുവേ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാൽ യേശുവേ. പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യയല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാൽ യേശുവേ. യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ നീ നല്ലവൻ യോഗ്യനേശുവേ യോഗ്യനേശുവേ നീ നല്ലവൻ. സത്യം സത്യമായുടെ ജീവിതസാക്ഷ്യം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിൻ്റെ മലബാർ പ്രദേശത്തുള്ള കുടുംബത്തെ നമുക്കിന്ന് സത്യസത്യമായി ജീവിതസാക്ഷ്യം പരിപാടിയിൽ നമുക്ക് പരിചയപ്പെടാം. പ്രിയ സഹോദരങ്ങളെ ഒന്ന് സത്യസത്യമായി പ്രേക്ഷകർക്കായിട്ട് സ്വയമായിട്ട് പരിചയപ്പെടുത്തിയാൽ സന്തോഷമാണ്. എൻ്റെ പേര് സാം. പാലക്കാട് ജില്ലയിൽ കോങ്ങാട് പ്രദേശത്ത് എടക്കാട് എന്ന പ്രദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ ഭാര്യ മോളി, മക്കൾ 3 പേര്, ജോയ്സ്, ജവാന, ജോനത. അങ്ങനെ 3 മക്കളാണ് എനിക്കുള്ളത്. ഒരാൾ വിവാഹം കഴിഞ്ഞു, ഒരാൾ BSc നഴ്സിംഗിന് ബാംഗ്ലൂരിൽ പഠിക്കുന്നു. 3ാമത്തെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. കോങ്ങാട് KPRP സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കോങ്ങാട് പല നിലകളിൽ പ്രശസ്തമാണ്. അങ്ങനെ പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിലേക്കൊക്കെ പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മളുടെ പരിമിതമായ സമയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. സഹോദരിയുടെ സ്വന്തം ദേശം എവിടെയാണ്?
എൻ്റെ വീട് വയനാട് ജില്ല. വയനാട് ജില്ലയിൽ പുതിയടങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. കല്യാണം കഴിഞ്ഞ് പാലക്കാട്. ഇവിടെ പ്രിയ സാം സഹോദരൻ്റെ കുടുംബ പശ്ചാത്തലം ഒക്കെ ഒന്ന് വിവരിച്ചാൽ. എൻ്റെ അച്ഛൻ്റെ പേര് മാധവൻ, അമ്മയുടെ പേര് കൗസല്യ, എൻ്റെ ജ്യേഷ്ഠൻ ശശിധരൻ, ഞാൻ രണ്ടാമത്തെ മോനാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നായിരുന്നു. എൻ്റെ താഴെ 2 സിസ്റ്റർമാർ, പെങ്ങന്മാർ. രാധാകൃഷ്ണൻ ഈ സാമായി തീർന്നതിൻ്റെ പിന്നിലെ ഒരു വിവരണം ഒന്ന് ചുരുക്കമായിട്ട് പറയാമോ? ഞാൻ സൗദി അറേബ്യയിൽ വെച്ചാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു. ഓക്കെ. അതിനുശേഷം അവിടെ തന്നെ വെച്ചായിരുന്നു സ്നാനപ്പെട്ടത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് എന്താണ് ഒന്ന് വിശദീകരിക്കാമോ? ഈ കർത്താവ് യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ് കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരമാണ് എനിക്ക് ജയം ലഭിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. സുവിശേഷം കേട്ടപ്പോൾ എനിക്കത്. അത് ആരാണ് പറഞ്ഞത്? എൻ്റെ അടുത്ത് ഞങ്ങളെ സഭയിലുള്ള സഹോദരന്മാർ പലരും പറഞ്ഞെങ്കിലും ഞാനൊരു തീരുമാനം എടുക്കാനായിട്ട് കൊല്ലത്ത് കുണ്ട്ര എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് റോബിൻസ് എന്ന് പറഞ്ഞൊരു സഹോദരനാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് സുവിശേഷം പറയും. ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ ബ്രദറിന് ലഭിക്കുന്ന ഭാഗ്യം എന്ന് പറയുന്നത് നിത്യജീവനാണ്. മരിച്ചാലും ജീവിക്കും എന്നുള്ള വലിയൊരു പ്രത്യാശയിട്ടു. അല്ല, മരിച്ചാലും ജീവിക്കും എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ആ സഹോദരൻ വളരെ വ്യക്തമായിട്ട് സുവിശേഷം പറഞ്ഞപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ജീവിച്ച് പോകുന്ന ആ വഴി തെറ്റായിരിക്കുന്ന ഒരു വഴിയാണ്, അല്ലെങ്കിൽ നിത്യനാശമാണ്, നരകമാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ബോധ്യം ആ സഹോദരനോട് കൂടെ സംസാരിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ദൈവത്തിലേക്ക് അടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവർക്ക് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സ്വർഗം ലഭിക്കും, അല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കും എന്നെനിക്ക് ആ സഹോദരൻ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയും എനിക്കത് സ്വീകരിക്കാൻ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ 1996 ജനുവരി 5-ാം തീയതി 5 മണിക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ ഗൾഫിൽ വെച്ചാണ് കർത്താവിനെ അറിയാനും സ്വീകരിക്കാനും ഇടയായത്. ഞാനും പല സഹോദരങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഗൾഫിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്ന ഏകാന്തതയുടെ നടുവിൽ ഗൾഫിലെ വീടും വീട്ടുകാരും ഒക്കെ വിട്ട് നിൽക്കുന്നതായിരിക്കുന്ന ചില അവസരങ്ങളിലൊക്കെ അനേകർ യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കാനും അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു സഹായത്തിനുമൊക്കെ ആയിട്ട് ഈ റോബിൻസിനെ പോലെ ചിലർ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആട്ടെ, ഗൾഫിൽ വെച്ച് ബ്രദർ കർത്താവായ യേശുവിനെ സ്വീകരിച്ച സമയത്ത് വീട്ടിലുള്ള ആളുകളപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കും പ്രതികരിച്ചത്? എൻ്റെ ജ്യേഷ്ഠൻ ഇവിടെ വിശ്വാസത്തിലായിരുന്നു. ഞാനിവിടെ ഗൾഫിലേക്ക് പോകുന്നതിൻ്റെ ആ മുൻപ് തന്നെ. ഓ, ഇവിടെ നാട്ടിൽ വെച്ചോ? പിന്നെ എൻ്റെ അപ്പൻ, അമ്മ, എൻ്റെ മറ്റ് സഹോദരന്മാർ, സഹോദരി ഇവരൊന്നും ആ വിശ്വാസത്തിലല്ലായിരുന്നു ആ സമയത്ത്. എന്നോട് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ രക്ഷയെ കുറിച്ചുള്ള ഈ സന്ദേശം എന്നോട് അറിയിക്കുകയൊക്കെ ചെയ്തെങ്കിലും എനിക്കത് അംഗീകരിക്കാനായിട്ട് കഴിഞ്ഞില്ലായിരുന്നു ആ സമയത്ത്. കാരണം ചേട്ടൻ പറഞ്ഞപ്പോൾ കാരണം എൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എൻ്റെ തറവാട്ടിലെ മതാചാരങ്ങളൊക്കെ വിട്ട് എനിക്ക് മുൻപോട്ട് പോകാനായിട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. എന്നാൽ അനേക നാളുകൾ നീണ്ടുപോയില്ല. അതിനിടയിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത, എൻ്റെ ഭാരം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഗൾഫിലേക്ക് പോകാൻ ഒരു ഓഫർ വരും. 4 പേർക്കുള്ളൊരു വിസ വരുന്നു. അതിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ കയറി പോകാനുണ്ടായി. എൻ്റെ കൂട്ടുകാർ 2 പേര് പോയി, അതിനുശേഷം ഞാനും പോയി. പോയ ശേഷം എനിക്ക് വളരെ വലിയൊരു ഏകാഗ്രതയാണ് എനിക്ക് അവിടെ കിട്ടുന്നത്. കാരണം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് വിശ്വസിക്കണം, ഞാനിപ്പോൾ അങ്ങോട്ടും ഇല്ലാത്ത സ്ഥിതിയിലാണ് ഞാൻ നിൽക്കുന്നത്. മാത്രമല്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഗൾഫിലെത്തിയെങ്കിലും ഈ വിശ്വാസത്തിൻ്റെ പേരിൽ എനിക്ക് എന്നും ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാലക്കാട് സഭയിലുണ്ടായിരുന്ന സോണി ബ്രദർ അവിടെ വന്നിട്ടുണ്ടായി. റപ്പായപ്പത്തിൻ്റെ മോൻ സോണി ബ്രദർ ഞാൻ താമസിക്കുന്ന എൻ്റെ അഡ്രസ് പ്രകാരം സൗദി അറേബ്യയിൽ റിയാദ് എന്ന് പറയുന്ന സ്ഥലത്ത് അൽക്കാജി റോഡിൽ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് എന്നെ കാണുകയും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും ചെയ്തു. ബ്രദർ പറഞ്ഞു, സംസാരിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ വന്നാൽ മതി, ഞാൻ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞല്ലോ ബ്രദറെ, എനിക്കിപ്പോൾ തന്നെ വരണം, എനിക്കിപ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം എനിക്ക് കണ്ടുപിടിച്ച് എനിക്ക് അവിടെ വരണം. മാത്രമല്ല എല്ലാ ആഴ്ചയും പിന്നെ എനിക്ക് തുടർന്ന് വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ തന്നെ വരണം. എനിക്ക് അങ്ങനെ വലിയൊരു സന്തോഷം, വലിയ എന്തോ ഒരു ഭാരം എന്നിൽ നിന്ന് നീങ്ങിപ്പോയ പോലെ. ശരി,
സഹോദരി ഈ വിശ്വാസത്തിലേക്ക് വന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസം സ്വീകരിച്ചതിനെ കുറിച്ച് ഒന്ന് ചുരുക്കമായിട്ട് ഒന്ന് പറയാം. കത്തോലിക്ക സഭയിലായിരുന്നു ഞങ്ങൾ ജനിച്ചത്. എൻ്റെ അമ്മച്ചി ഭയങ്കര മാതാവ് ഭക്തിയായിരുന്നു. മക്കളും അതുപോലെ ഭയങ്കര പള്ളി മാതാവ് എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. അപ്പോൾ വേറൊരു ചർച്ചിലേക്ക് പോവുക അല്ലെങ്കിൽ ബെന്തക്കോസ് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. എൻ്റെ ആങ്ങളേനെ അവിടെ ഒരു ചർച്ചിലുള്ള ഒരു സഹോദരൻ വിളിച്ചുകൊണ്ട് പോയി, ഒരു ക്യാമ്പുണ്ട് നമുക്ക് ക്യാമ്പിന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി. ആ ക്യാമ്പിന് പോകുമ്പോഴൊന്നും താല്പര്യമില്ല. എന്നാലും കോഴിക്കോട് ടൗണൊക്കെ അന്നത്തെ കാലത്ത് കാണുക പറഞ്ഞാൽ വയനാടുള്ളവർക്ക് ഭയങ്കര അത്ഭുതമാണ്. ആ ടൗണൊക്കെ ഒന്ന് കാണാമല്ലോ, ഇതൊരു ടൂറ് പോലെ ആകാമെന്ന് വിചാരിച്ച ആങ്ങളെ അങ്ങനെ പുറപ്പെട്ടു. അവിടെ പോയി 2 ദിവസം സുവിശേഷം കേട്ടു. 3-ാമത്തെ ദിവസം എൻ്റെ ആങ്ങളയ്ക്ക് ഭയങ്കര ഒരു മാറ്റം വന്നു. അവിടുന്ന് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളോടൊക്കെ സുവിശേഷം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, പള്ളി വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ല, കുഞ്ഞാഞ്ഞ പോവുകയാണെങ്കിൽ പോയിക്കോ, ഞങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ അമ്മച്ചി എൻ്റെ ആങ്ങളേനോട് മിണ്ടു പോലും ഇല്ലായിരുന്നു. ആങ്ങളെങ്ങനെ സുവിശേഷം പറഞ്ഞ് അമ്മച്ചി ആദ്യം ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ച് ആങ്ങളെ പറയുന്നതൊക്കെ മനസ്സിലാക്കി രക്ഷയിലേക്ക് വരാൻ സാധിച്ചു. ചോദിച്ചോട്ടെ, അപ്പോൾ അതിനു മുമ്പ് അങ്ങനെ ഒരു കത്തോലിക്ക കുടുംബമായിരുന്നിട്ടും സ്ഥിരം ബൈബിൾ വായിക്കുന്ന ശീലം നിങ്ങൾക്കില്ലായിരുന്നോ? ഞങ്ങൾ ബൈബിൾ വായിക്കും എന്ന് പറഞ്ഞാൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുറച്ചൊരു ഭാഗം എടുത്ത് വായിക്കും. നമ്മളതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ല, വായിക്കും, അതങ്ങ് അടച്ചു വയ്ക്കും, അത്ര മാത്രമേ ഉള്ളൂ. ചിന്തിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് വായിക്കാനും ചിന്തിക്കാനും അമ്മയും നിങ്ങളൊക്കെ തുടങ്ങിയത്. അതെ. എങ്ങനെയാണ് സഹോദരി ഈ സത്യത്തെ കുറിച്ച് ചിന്തിക്കാനിടയായത്? സഹോദരി ബൈബിൾ വായിക്കാൻ തുടങ്ങിയോ അതോ ഈ ബ്രദർ സുവിശേഷം പറഞ്ഞോ? ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതിന് മുമ്പ് ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനയ്ക്കൊക്കെ ഞങ്ങൾ പോയിട്ട് കുറച്ചൊക്കെ ബൈബിളിനെ കുറിച്ചൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും രക്ഷയെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. എന്താണ് രക്ഷ? രക്ഷയെ കുറിച്ച് എന്താ സഹോദരി മനസ്സിലാക്കിയത്? പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ സൺഡേ സ്കൂളിന് ഞങ്ങളെ വിളിച്ചു. സൺഡേ സ്കൂളിൽ വെച്ച് എന്താണ് പഠിച്ചത്? സൺഡേ സ്കൂളിൽ പഠിച്ചത് ഞാനൊരു പാവിയാണ്, എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് കാൽവരിക്ക് കുറിച്ച് മരിച്ചതെന്ന് ഉള്ള വിശ്വാസം എനിക്ക് വന്നു. ഞാനത് കേട്ട് രക്ഷയേറ്റ് പറഞ്ഞു. അന്ന് മുതൽ ഞാനൊരു പാവിയാണെന്നുള്ളത് മനസ്സിലായി. നരകത്തിലേക്ക് പോകേണ്ട ദൈവം എന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിപ്പം ഞാനൊരു ദൈവത്തിൻ്റെ മകളായിട്ട് തീർന്നു എന്നുള്ളത് മനസ്സിലാക്കി തന്നു. അപ്പം ഈ യേശുക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടിയാണ് കാൽവരിയിൽ മരിച്ചത് എന്നുള്ള വ്യക്തിപരമായ ഒരു വിശ്വാസം അതിനു മുൻപപ്പം നാം പോകുന്ന മറ്റ് മതാചാരങ്ങളിൽ അല്ലെങ്കിൽ പള്ളി അങ്ങനെയുള്ളിടത്ത് അതിൽ നിന്ന് വ്യക്തമായിട്ട് ബോധ്യമായിട്ടില്ലായിരുന്നോ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒക്കെ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ പള്ളി പോകും, കുർബാന സ്വീകരിക്കും, അങ്ങനെ അവർ ബൈബിൾ കുറച്ച് വായിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾക്കൊന്നും അതൊന്നും ഒട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചേട്ടൻ ഗ്രഹിച്ചതുപോലെ സഹോദരിയും ഗ്രഹിച്ചപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത് അല്ലേ? യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, സ്വർഗത്തിന് അവകാശിയായി തീർന്നു, ആ ഒരു ബോധ്യമുണ്ടായി. ഓക്കെ, അപ്പം സഹോദരന് കർത്താവായ യേശുവിനെ സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് സ്വർഗം ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരിക്കും സഹോദരന് ഈ കർത്താവിനെ അറിഞ്ഞു മുഖാന്തരം ഉണ്ടായ സന്തോഷം അല്ലെങ്കിൽ ലാഭം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് ചുരുക്കമായിട്ട് ഒന്ന് പറയാം. എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ നാളെ മുതൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷം ദൈവം ഇടപെട്ടപ്പോൾ എനിക്കുണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല ഈ സന്തോഷം ഇത്രയും നാൾ ഞാനത് അറിയാതെ പോയല്ലോ എന്നുള്ള ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ഞങ്ങൾ ഈ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് വന്നപ്പോൾ എനിക്ക് അതിയായ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല എനിക്ക് നിത്യമായിരിക്കുന്ന സ്വർഗം ഈ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ലഭിച്ചു എന്നുള്ളത് വന്നപ്പോൾ അപ്പൊ ഇനി നരകത്തിൽ പോയില്ല, ഇനി നരകത്തിൽ പോകുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് കിട്ടി. ബൈബിളിൽ കൂടെ എനിക്ക് മനസ്സിലായി, വചനത്തിലെ വചനത്തിൽ ഉറപ്പ്. അതെ അതെ അതെ, വചനം അത്രമാത്രം ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ആ സഹോദരൻ എനിക്ക് പറഞ്ഞു തന്നു, എനിക്ക് മനസ്സിലായി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ആകാശം മാറിപ്പോവും, ഭൂമി മാറിപ്പോവും, എന്റെ വചനത്തിലെ സത്യങ്ങൾ ഒരു നാളും മാറിപ്പോവുകയില്ല എന്നുള്ള സത്യം ഉള്ളത് ഹൃദയത്തിൽ അതെ അതെ പതിഞ്ഞു, ആഴത്തില്. അതെ, ഇത്രയും ഉറപ്പ് തരുന്ന ഒരു ഗ്രന്ഥം വേറെ ഇല്ല എന്നും കൂടി എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ സമാധാനം ഈ സന്തോഷവും അറിഞ്ഞ നാളെ മുതൽ ഈ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു എന്നുള്ളതാണ്. ഈ കർത്താവായ യേശുവിനെ വിശ്വസിച്ചതിലൂടെ സ്വീകരിച്ചതിലൂടെ സഹോദരന് ഹൃദയത്തിലുണ്ടായ
അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടായ ഒരു നേട്ടം അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലതൊന്ന് വ്യക്തമാക്കാമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ ഞാൻ ജീവിതത്തിൽ ഞാൻ സൗദി അറേബ്യയിലായിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു വയറുവേദന ഉണ്ടായി. എനിക്ക് അത് എന്തെന്നില്ലാത്ത വലിയൊരു വേദന എനിക്ക് അനുഭവപ്പെട്ട സമയത്ത് എന്നെ പെട്ടെന്ന് അവിടുത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഒരു സ്ട്രെച്ചറിൽ എൻ്റെ പിന്നാലെ നേഴ്സുമാരും അവരങ്ങനെ തള്ളി ഉള്ളിൽ കൊണ്ടതിന് ശേഷം നാളെ രാവിലെ ഓപ്പറേഷനാണ്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങനെ കഴിയാത്ത ഒന്നും ഇല്ലല്ലോ, അങ്ങ് സകലതും അറിയുന്നല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലും. എൻ്റെ അടുത്ത ബെഡിൽ കിടക്കുന്നവരൊക്കെ ഓരോരുത്തരായിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് വരികയാണ്. എനിക്കന്ന് ഭാഷ അറിയില്ലായിരുന്നു. ഞാൻ പോയിട്ട് ചെറിയൊരു സമയം എനിക്കായിട്ടുള്ളൂ. എനിക്ക് ഇവർ പറയുന്ന ഭാഷകളൊന്നും മനസ്സിലാകുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമില്ലല്ലോ എന്ന് എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നി. ദൈവത്തിന് സകലതും സാധ്യമായിരിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ദൈവം എൻ്റെ രോഗങ്ങൾ മാറ്റിത്തരാൻ കഴിവുള്ളൊരു ദൈവമാണ്, ജീവനുള്ള ദൈവമാണ് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഈ പ്രത്യാശ എന്ന ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അന്നത്തെ എൻ്റെ അറിവ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ പിന്നീട് വന്നിട്ട് അവർ ഇവിടെ വേദനയുണ്ടോ ഇവിടെ വേദനയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമത്തി നോക്കുകയൊക്കെ ചെയ്തു. അറബിയിൽ പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ വേദനയില്ല, വേദന ഉണ്ടെങ്കിൽ പറയണം, അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ അന്ന് രാവിലെ മുതൽ ഞാൻ അവിടെ പാട്ട് പാടി 3 ദിവസം കൂടി അവിടെ താമസിക്കണം ആ ഹോസ്പിറ്റലിൽ. അങ്ങനെയായിരുന്നു. 3 ദിവസം ഞാൻ ഭക്തിഗാനങ്ങൾ പാടിയിട്ട് അവിടെ താമസിക്കണം. അങ്ങനെ മലയാളീസുകളൊക്കെ വരും, നേഴ്സുമാരൊക്കെ വരും, എന്നെ കാണും, സംസാരിക്കും, നല്ല പാട്ടുകളൊക്കെ പാടണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഈ പാട്ടൊക്കെ കേൾക്കാനായിട്ട് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ പാട്ടൊക്കെ പാടി അവിടെ അങ്ങനെ 3 ദിവസം അവിടെ താമസിച്ചു. ഇനി വല്ല വേദന ഉണ്ടെങ്കിൽ പറയണം, ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇനി അഥവാ തിരിച്ചു പോയിട്ട് 5 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കിത് വരാൻ സാധ്യതയുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവത്തിന് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമില്ല, രോഗങ്ങളെ മാറ്റാൻ കഴിവുള്ളൊരു ദൈവമാണ് എന്ന് ഞാൻ അന്ന് വിശ്വസിച്ചതാണ്. അങ്ങനെ ഞാൻ നാട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. എൻ്റെ ഭാവി എങ്ങനെയാവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വലിയൊരു ആശയക്കുഴപ്പമായിരുന്നു എൻ്റെ ഉള്ളിൽ. അപ്പം എന്നെ അവിടെയുള്ള സഹോദരന്മാർ, ഗൾഫിലുള്ള സഹോദരന്മാർ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും എന്നോട് അനേക കാര്യങ്ങളെക്കുറിച്ച്, ദൈവത്തിൽ നിന്നുള്ള സത്യങ്ങളെക്കുറിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്തു. സഹോദരൻ പേടിക്കണ്ട, ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, ദൈവം തക്കതായിരിക്കുന്ന ഒരു തുണ സഹോദരനെ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. ഞാൻ പരിചയമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ കടന്നു വരുന്നത്. വളരെ ഒരു പരുക്കൻ ആയിരിക്കുന്ന ഒരു ജീവിത രീതിയിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ശേഷം ഇവിടെ വന്ന് പാലക്കാട് സഭയോടുള്ള ബന്ധത്തിൽ ഡോക്ടർ AP ജോസഫ് സഹോദരനെ പരിചയപ്പെടാനും, അതുപോലെ ഞങ്ങൾ സഭയായിട്ട് ഞങ്ങൾ എല്ലാ മീറ്റിങ്ങിലും ഞങ്ങൾ പങ്കെടുക്കുകയും വളരെ ആക്റ്റീവായിട്ട് വളരെ ഇതായിട്ട് ഞങ്ങൾ നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, നാട്ടിൽ പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങളുടെ ഉള്ളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകണം. ഈ വിശ്വാസത്തിന് വേണ്ടി ഞങ്ങൾക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? ഈ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിലുള്ള പ്രയാസങ്ങൾ ഞങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട്. അതിനിടയിലാണ് അപ്പൊ ഭാവി എങ്ങനെയാകും, അല്ലെങ്കിൽ വിവാഹം? കാരണം വിശ്വാസത്തിൽ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കാണ് അച്ഛൻ്റെ അമ്മ മരണപ്പെടാനിടയത്. അതിൻ്റെ പേരിൽ ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയും അങ്ങനെ സമൂഹം ഞങ്ങളെ വേറിട്ട് നിർത്തുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇതെന്നെങ്കിലും പിന്മാറിപ്പോവും എന്നുള്ളൊരു ആശയം ചിന്തയൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഞങ്ങൾ അതൊന്നും കണ്ട് ഞങ്ങൾ ഭയപ്പെട്ടില്ല. അപ്പോഴും ഞങ്ങൾക്ക് പാലക്കാട് സഭയിൽ നിന്ന് ഈ സോണി സഹോദരനും മറ്റു സഹോദരന്മാരൊക്കെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഞാൻ കേട്ട എൻ്റെ വാർത്ത. ശേഷം ഞാനിവിടെ വന്ന് വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചു. ഏകദേശം 2 മാസത്തിനുള്ളിൽ ആലോചന നടന്നു. വിവാഹത്തിനുള്ള ഏർപ്പാട് ശരിയായി. അങ്ങനെ വയനാട് ജില്ലയിൽ മാനന്തവാടിക്കടുത്ത് പുതിയടംകുന്ന് എന്ന് പറഞ്ഞ സഭയിൽ നിന്നും അവിടുന്ന് വിവാഹ ആലോചന വരികയും അത് പിന്നെ നടത്താനായിട്ട് 2 ആഴ്ച കഴിഞ്ഞ് 3-ാമത്തെ ആഴ്ച വിവാഹം നടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പം ഇതിനിടയിൽ പാലക്കാട് സഭ, പുതിയടംകുന്ന് സഭ എന്നൊക്കെ പറഞ്ഞു. എന്താണ് നിങ്ങൾ പോകുന്ന സഭയെക്കുറിച്ച് പറയുന്നത്? ഒന്ന് ചുരുക്കമായിട്ട്. ഞാൻ ചെറുപ്രായത്തിൽ എനിക്കൊരു ക്രിസ്തീയ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ കുറച്ചു കാലമൊക്കെ ജീവിച്ചതാണ്. കാരണം ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ക്രിസ്ത്യാനി ആയിട്ടല്ല, ക്രിസ്ത്യാനികളുടെ കൂടെ പോയി പള്ളികളിലൊക്കെ പോകും, പള്ളികളിൽ പല പരിപാടികളിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കും. അങ്ങനെ ഒരു വഴിത്തിരിവ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾക്കങ്ങനെ വിശ്വാസത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുകയും ആലോചിക്കുകയൊന്നും ചെയ്തില്ല.
ഞാൻ അങ്ങനെ ഇവിടെ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഞാൻ ആയിരിക്കുന്ന സഭ എന്താണ് ഏതാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ സഭയെക്കുറിച്ച് തിരഞ്ഞെടുക്കുന്ന ലേഖനത്തിലും അതേപോലെ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പറയുന്ന സഭകളെക്കുറിച്ചൊക്കെ എനിക്ക് അങ്ങനെ കാണിച്ചു തരാൻ ഡോക്ടർ AP ജോസഫ് സഹോദരൻ മുഖാന്തരം അതുപോലെ മറ്റ് സഹോദരന്മാരൊക്കെ എന്നെ ഇതിനെക്കുറിച്ച് കാണിച്ചു തരികയൊക്കെ ചെയ്തു. എഫെസോസിലുള്ള സഭ, സ്മുർണയിലുള്ള സഭ, അന്ത്യോക്യയിലുള്ള സഭ, ഫിലദൽഫിയയിലുള്ള സഭ, പെർഗമോസിലുള്ള സഭ എന്നിങ്ങനെ പറഞ്ഞുള്ള സഭകളെക്കുറിച്ച് കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ അറിയപ്പെടുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരിലാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഒരു വ്യക്തികളുടെ പേരിലൊന്നും സഭകളില്ല, ബൈബിളിലില്ല. അപ്പോൾ വളരെ എനിക്ക് വ്യക്തമായി ഇതൊക്കെ അറിയപ്പെടുന്നത് സ്ഥലത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് എനിക്ക് മനസ്സിലായപ്പോൾ യഥാർത്ഥ സത്യസഭയിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. എനിക്കത് അംഗീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഞാൻ ഗൾഫിലായിരിക്കുന്ന സഭകളിലും ഇവിടെ ആയിരുന്നപ്പോഴും വചനപ്രകാരമുള്ളൊരു സഭയിലാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ആ വചനാടിസ്ഥാനത്തിൽ ഞാൻ ജീവിക്കാനായിട്ട്. അപ്പം ദൈവവചന പ്രകാരമുള്ള ഒരു യഥാർത്ഥ സഭയിലാണ് താൻ ചെന്ന് വിട്ടത് എന്നുള്ള യഥാർത്ഥ ബോധ്യം ലഭിച്ചു അല്ലേ? അതെ, തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ യഥാർത്ഥ ബോധ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസഭ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാൻ അതിൽ തന്നെ തുടർന്ന് 27 വർഷമായിട്ട് ഞാൻ അങ്ങനെ കണ്ടു. അപ്പം യഥാർത്ഥത്തിൽ അനേകർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യമാണത്. പലരും പല നിലകളിലാണ് സഭകളെ കുറിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എന്നാൽ ബൈബിൾ പ്രകാരമുള്ള ഒരു സഭയുണ്ടെന്നും ആ സഭയിലാണ് ഇങ്ങനെ പോകുവാനിടയായതെന്നും ദൈവവചന പ്രകാരമാണ് നിങ്ങൾ പോകുന്നതെന്നും ഉള്ള വ്യക്തമായിരിക്കുന്ന ഒരു ബോധ്യം സഹോദരന് കുടുംബത്തിനും ലഭിച്ചു അല്ലേ? അതെ. ഞാൻ അങ്ങനെ ഈ ബൈബിൾ ഇങ്ങനെ വായിച്ചു തുടങ്ങി, ബൈബിളിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ സത്യസഭ ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. സഹോദരിയും ഈ നിലയിലുള്ള ഒരു സഭയിൽ തന്നെ അംഗമായിരുന്നോ അതോ മറ്റ് ഏതെങ്കിലും സഭാവിഭാഗത്തിലായിരുന്നോ? ഞാൻ ജനിച്ചു വളർന്നത് കത്തോലിക്ക സഭയിലാണ്. എന്നാൽ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിൻ്റെ ദൈവമാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ പുതിയടങ്ങുന്നതിലുള്ള പ്രാദേശിക സഭ, സ്ഥലസഭ എന്നറിയപ്പെടുന്ന പുതിയടങ്ങുന്ന സഭയിലാണ് കർത്താവിനെ ആരാധിച്ചു പോകുന്നത്. അവിടെ നിന്നപ്പോഴാണ് വിവാഹം ഇങ്ങനെ ആലോചിച്ചത്? അതെ. 23 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് വിവാഹാലോചന വന്നതും കല്യാണം കഴിഞ്ഞതും. ഓക്കെ, നിങ്ങളുടെ മക്കളും ഇപ്പോഴും ഈ വിശ്വാസത്തെ ഇഷ്ടപ്പെടുകയും പിന്തുടരുകയും ചെയ്യുന്നുണ്ടോ? മക്കൾ 3 ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് പോകുന്നു. മൂത്ത മോള് തിരുവമ്പാടി കല്യാണം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ഈ സഭയിലായിട്ട് ഏകദേശം 28 വർഷത്തോളമായി. എപ്പോഴെങ്കിലും ഈ സഭാജീവിതമോ ഈ വിശ്വാസ ജീവിതമോ ആസ്വാദികരമല്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് എപ്പോഴെങ്കിലും തിരിച്ച് ചിന്തിക്കാൻ ഇടയായിട്ടുണ്ടോ? ഇല്ല. ദൈവവചന പ്രകാരം ക്രിസ്തു സ്ഥാപിച്ച സഭയാണ് എന്ന് ദൈവവചന പ്രകാരം എനിക്ക് മനസ്സിലായതിനു ശേഷം പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ വളരെ സന്തോഷത്തോടെ ഈ സഭയായിട്ട് ഞാൻ മുമ്പോട്ട് പോകാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ അനുഗ്രഹീതമായിരിക്കുന്ന വാക്കുകൾ നിശ്ചയമായിട്ടും അനേകർക്ക് അനുഗ്രഹമായി തീരും. അനേകരുടെ വിശ്വാസത്തിന് കൂടുതൽ ഉത്സാഹം പകരട്ടെ. കർത്താവിനെ തിരിച്ചറിയാത്ത ചിലർക്കെങ്കിലും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ഈ ചിന്ത കാരണമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു, ആശ്വസിക്കുന്നു, കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രിയ സാം മോളി ദമ്പതികളുടെ അനുഗ്രഹീതമായ സാക്ഷ്യം നമ്മൾ കേട്ടു. എത്ര നല്ല ചിന്തകളാണ് നമ്മൾ കേട്ടതെന്ന് നമുക്ക് ഓർക്കാം. കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ധൈര്യവും ആ മനുഷ്യനിൽ ഉണ്ടാകുന്ന നന്മകളും അനുഗ്രഹങ്ങളും എത്ര വലുതാണെന്ന് നമുക്ക് ഓർക്കാം. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് അനേക ആളുകളെ ഇതേപോലെ പല സ്ഥലങ്ങളിൽ പല നിലകളിൽ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഈ പ്രിയ സഹോദരനും അങ്ങനെ അറേബ്യൻ നാടുകളിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതയുടെ നടുവിൽ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയ മോളി സഹോദരിക്കും വലിയ ഒരു പാരമ്പര്യം വിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരു സത്യസഭയിലായി തീരുവാൻ ഇടയായി എന്ന് നാം കേട്ടു. നമ്മളിന്ന് ലോകത്ത് വിശ്വാസങ്ങൾക്കോ സഭകൾക്കോ എണ്ണത്തിൽ കുറവില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു സത്യസഭയുണ്ടെന്നും അത് ദൈവവചന പ്രകാരം തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സഭയാണെന്നും ആ സഭയിൽ തന്നെ തങ്ങൾ അംഗമായിരുന്നുവെന്നും ഒരു നല്ല ബോധ്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. മാത്രമല്ല, എല്ലാറ്റിലും ഉപരി യേശുക്രിസ്തു തങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് കാൽവരിയിൽ മരിച്ചു. ഞങ്ങളെ കാണുന്ന
പ്രിയ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ദിവ്യമായിരിക്കുന്ന സ്നേഹം നാം അനുഭവിച്ചറിയണം. ഞങ്ങളെ കാണുന്ന ആരെങ്കിലും യേശു ക്രിസ്തു തങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അത് മുഖാന്തരം എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ തീർന്നു, നരകശിക്ഷയിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ എനിക്ക് ലഭിച്ചു എന്നുള്ള ബോധ്യം വന്നിട്ടില്ല എങ്കിൽ ഈ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. അതിനായി നമുക്ക് പ്രത്യേക ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതില്ല, പ്രത്യേകം പണം മുടക്കുകളില്ല. പക്ഷേ നാം ഒന്ന് ചെയ്യണം, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. എങ്ങനെ? നാം ഇപ്പോൾ പോകുന്ന പാത ശരിയല്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. നമ്മുടെ ഏതെങ്കിലും മതകർമ്മങ്ങൾക്കോ നമ്മുടെ ഏതെങ്കിലും സൽപ്രവൃത്തികൾ കൊണ്ടോ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗം നേടുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ മരിച്ചത് പാപിയായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷയാണ് അനുഭവിച്ച് തീർത്തത്. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു, എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞു. എല്ലാം പൂർത്തിയായത് പാപികളായ നമ്മളുടെ ഓരോരുത്തരുടെയും കടം യേശു ക്രിസ്തു അടച്ചു തീർത്തു എന്നാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെയെങ്കിൽ പാപികളായിരിക്കുന്ന നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ യേശു ക്രിസ്തു അനുഭവിച്ച് തീർത്തു എന്ന ആ വിശ്വാസം നാം ഏറ്റെടുക്കണം. നാം പോകുന്ന പാത വിട്ട്, നാം പോകുന്ന പാപപ്രവൃത്തികൾ വിട്ട്, പാപത്തിൻ്റെ വഴി വിട്ട് യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. യേശു ക്രിസ്തുവിനോട് പറയുക, യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങളെ വിട്ട് ഞാൻ തിരിയുന്നു, ഞാൻ മാനസാന്തരപ്പെടുന്നു, എന്നെ അവിടുത്തെ മകനായി മകളാക്കി തീർക്കണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് യേശു ക്രിസ്തുവിനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിമിഷം മുതൽ ഈ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്നത് പോലെ വലിയൊരു സമാധാനം, വലിയൊരു സന്തോഷം, സ്വർഗത്തിൻ്റെ അവകാശം നിങ്ങൾക്കും പ്രാപിക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരുടെ മുഖത്തെ സന്തോഷം നിങ്ങൾ കണ്ടല്ലോ, എത്ര സന്തോഷമാണ്. ഇന്ന് മരിച്ചാലും സ്വർഗത്തിൽ പോകാമെന്നുള്ള ആ ശുഭാപ്തി വിശ്വാസം, ആ പ്രത്യാശ വെറുതെ ആരെങ്കിലും ഒന്ന് നിസ്സാരമായി പറയുന്നത് പോലെയല്ല. അവരുടെ മുഖത്തെ ഈ വലിയ സന്തോഷം നമുക്ക് കണ്ടതിൻ്റെ വെളിച്ചത്തിൽ നമുക്കും ഈ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്ന വിശ്വാസം ദൈവവചന പ്രകാരമാണെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന് അനുഗ്രഹീതരാകാം. സത്യസത്യമായുടെ എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി. സത്യം സത്യമാ